ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 10 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ അതിന് പകരം നമുക്കൊരു സവാള എടുക്കാം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള എടുത്താൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി ഇതിലോട്ട് 2 തക്കാളി ചേർക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയാണ്. പിന്നെ 2 വറ്റൽമുളക് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ പുളിയും കൂടി ചേർക്കാം. ചെറിയൊരു പീസ് പുളി മതിയാവും. ഇത് ഇത്രയും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിക്കേ വേണ്ടൂ. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരപ്പ് തന്നെ മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതെല്ലാം പച്ചയ്ക്കാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം ആവുന്നവരെ ഇത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഈ ചട്നിയുടെ സൈഡിൽ നിന്നൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലോട്ട് 1/2 കപ്പോളം ചോറ് ചേർക്കാം. പിന്നെ അതേ അളവിൽ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് 1 സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. ഒരുപാട് കട്ടിയല്ല, അതേസമയം ഒരുപാട് ലൂസും ആയിരിക്കരുത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 സ്പൂണോളം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പതുക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊട്ടും തന്നെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് കനം കുറച്ച് ഉണ്ടാക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു അപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അതല്ലാതെ നമുക്ക് കനം കുറച്ചും ഉണ്ടാക്കാം. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് നമ്മൾ കുറച്ച് ഇതുപോലെ കട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും ഗോതമ്പ് ദോശയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.